പത്തനംതിട്ട പോക്സോ കേസിന്റെ അന്വേഷണത്തിനായി ഡിഐജി അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ 25 ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഇതുവരെ 26 പേരാണ് കേസിൽ അറസ്റ്റിലായത്. അതിജീവിതയ്ക്ക് താൽക്കാലിക നഷ്ടപരിഹാരം നൽകണമെന്നും പോലീസ് റിപ്പോർട്ട്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അച്ഛന്റെ ഫോൺ വഴി പെൺകുട്ടിയെ ബന്ധപ്പെട്ടവരുൾപ്പെടെ 2 സ്റ്റേഷനുകളിലായി 3 കുട്ടികൾ ഉൾപ്പെടെ 26 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. 14 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു. 7 പേർ കസ്റ്റഡിയിലുമാണ്. ജില്ലയ്ക്കുള്ളിലുള്ള മുഴുവൻ പ്രതികളെയും 2 ദിവസത്തിനകം പിടികൂടാനാണ് പോലീസ് നീക്കം. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു. ഡിഐജി അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. പത്തനംതിട്ട SP VG വിനോദ് കുമാറും ഡിവൈഎസ്പി എസ് നന്ദകുമാറും ഉൾപ്പെടെ 25 അംഗ അന്വേഷണ സംഘത്തിൽ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അതിജീവിതയ്ക്ക് താൽക്കാലിക നഷ്ടപരിഹാരം നൽകണമെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഡിഐജി അജിത ബീഗമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കുട്ടിയുടെ സംരക്ഷണത്തിന് ലെയ്സൺ ഓഫീസറായി വനിതാ SIയെ തന്നെ നിയോഗിച്ചു. കുട്ടിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ വിദഗ്ധ ചികിത്സ ആവശ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസവും ഉറപ്പാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. നഗ്ന ചിത്രങ്ങൾ പകർത്തി അത് സുഹൃത്തുക്കൾക്ക് കൈമാറി. ആ സുഹൃത്തുക്കൾ പിന്നീട് ഈ പെൺകുട്ടിക്ക് അയച്ച് അതിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. പിന്നീട് അവരുടെ ഇംഗിതത്തിന് വിധേയമാക്കുന്നു. അങ്ങനെ ക്രൂരമായ ബലാത്സംഗങ്ങൾക്കാണ് കുട്ടി വിധേയമായത്. ആ അതിജീവിതയ്ക്കുള്ള നീതി ഉറപ്പാക്കാനാണ് പോലീസിൻ്റെയും ഇപ്പോഴത്തെ ശ്രമം. പത്തനംതിട്ടയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.